ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അമേരിക്കയിൽ നിന്ന് ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റക്കാരെ, പല രീതിയിലും വന്നവരെ, അതായത് വിസിറ്റിംഗ് വിസയെ വന്ന് അവിടെ ഓവർസ്റ്റേ ചെയ്ത് അവിടെ ജോലി ചെയ്ത് കഴിയുന്നവരെയൊക്കെ ഡീപ്പോർട്ട് ചെയ്യുന്നതാണ് ഗ്ലോബലായിട്ട് നടക്കുന്ന ഏറ്റവും വലിയ ഡിസ്കഷനും അമേരിക്കയിൽ നടക്കുന്ന ഡിസ്കഷൻ. അതിൽ എനിക്ക് ചില വസ്തുതാപരമായ ചില കാര്യങ്ങൾ അറിവ് കിട്ടി. അതിൻ്റെ ചില കാര്യങ്ങൾ പറയാം. ഇവിടുത്തെ കണക്കനുസരിച്ച് ഏകദേശം 2 കോടി ജനങ്ങളാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് അമേരിക്കയിലുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഈ 2 കോടി പേര് ആൾക്കാരെ അമേരിക്ക പുറത്ത് വിടുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കരുത് അമേരിക്കയ്ക്ക് നാളെ ചലിക്കാൻ പറ്റത്തില്ല. അമേരിക്കയുടെ പല സെക്ടറിലും പലയിടത്തും വർക്ക് ചെയ്യുന്ന ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസാണ്. അതായത് അമേരിക്കയുടെ ഫാം സെക്ടർ, അഗ്രികൾച്ചർ സെക്ടർ, ഇതിനകത്ത് 70% ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. ഇവരെ മുഴുവനും പുറത്തായി കഴിഞ്ഞാൽ അവിടെ പിന്നെ ആരാ ജോലി ചെയ്യാനുള്ളത്? കാരണം അമേരിക്കയിൽ ഒരു ലീഗലായിട്ട് സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാരെ ജോലി ചെയ്യുന്നതിൻ്റെ പകുതിയുടെ പകുതി ചാർജ് കൊടുത്തിട്ടാണ് ഈ ഇല്ലീഗലായിട്ട് വരുന്നവരെ കൊണ്ട് ജോലി ചെയ്യുന്നത്. ഇത് റിയാലിറ്റിയാണ്. അപ്പം ഈ 2 കോടി പേരെ പുറത്താക്കുമെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. അമേരിക്കൻ എക്കോണമി തന്നെ കംപ്ലീറ്റ് ഡീറെയിലായി. ഇപ്പം അമേരിക്ക ചലിക്കാൻ പറ്റാത്ത സ്ഥിതിയാകും. ഇപ്പം നമ്മളിപ്പോൾ അവിടെ പല റെസ്റ്റോറൻറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന ഒരു 30% ജോലിക്കാരെന്ന് പറയുന്നത് ഇല്ലീഗലാണ്. അതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പം അതിൻ്റെ ഒത്തിരി പേര് ഇന്ത്യക്കാരുണ്ട്. ഈ ഫാം സെക്ടറിൽ ഒത്തിരി പേര് ഇന്ത്യക്കാർ ഇല്ലീഗലായിട്ട് വന്നവരോട് ജോലി ചെയ്യുന്നുണ്ട്. എല്ലാം മെക്കനൈസ്ഡ് ആണ്. പക്ഷേ ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഫാം സെക്ടറിൽ നമുക്ക് കാണാൻ കഴിയും. ഞാനിത് കണ്ടിട്ടുണ്ട് ഈ സംഭവം. അപ്പോൾ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജയിലിൽ കിടക്കുന്നവരെയൊക്കെ പറഞ്ഞു വിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാർ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പം പല രാജ്യങ്ങളും മുന്നോട്ട് പോയി. ചൈന പറഞ്ഞു അവരവരുടെ ആൾക്കാരെ കൊണ്ടുപോകും. ഇന്ത്യ നേരിട്ട് ആദ്യം പറഞ്ഞു. ആദ്യം ഇന്ത്യ പറയുന്നത് ഏകദേശം ഇത്ര പേരുണ്ട്, 18,000 ഉണ്ട്, പറയുന്നത് 80,000 പേരുണ്ട്. ഇന്ത്യ ഈസ് വില്ലിങ് ടു ടേക്ക് ദം. അതിനുവേണ്ടി ജയശങ്കർ ഒരു 3 റൗണ്ട് ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ത്യക്കാരോട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ താല്പര്യം കാണിച്ചു. അതാണ് ഈ വീഡിയോയ്ക്കകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്. 2 രാജ്യങ്ങളോടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ താല്പര്യം കാണിച്ചിട്ടുള്ളൂ. ഒന്ന് ഇന്ത്യക്കാരോടും 2 മെക്സിക്കോക്കാരോടും. ഇപ്പം എന്താ അതിൻ്റെ സംഭവം? ഇപ്പം ഇന്ത്യ അഡ്മിനിസ്ട്രേഷൻ, അതായത് ജയശങ്കറിൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു ട്രംപിൻ്റെ മുമ്പിൽ. ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ ഡീപ്പോർട്ട് അടിക്കരുത് പാസ്പോർട്ടിലും അമേരിക്കൻ ഈ പറയുന്ന സിസ്റ്റത്തിലും, അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും ഡീപ്പോർട്ട് അടിക്കരുത്. 1. 2, ഇത് ഡീപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പല രാജ്യങ്ങളും പിന്നെ പോകാൻ പറ്റത്തില്ല, അമേരിക്കൻ ജീവിതത്തിൽ വരാൻ പറ്റത്തില്ല. അത് പൂർണ്ണമായിട്ടും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അക്സെപ്റ്റ് ചെയ്തു. അവർ ഡീപ്പോർട്ട് ചെയ്യത്തില്ല. ഈ പറയുന്ന സാധനം അവിടെ പാസ്പോർട്ടിൽ അടിക്കത്തില്ല. ഈ പാസ്പോർട്ടുമായിട്ട് വന്നവർ, പാസ്പോർട്ട് ഉള്ളവർ, അതിനകത്ത് അങ്ങനെ ഒരു സംഭവം അതിൻ്റെ തൊണ്ടാവത്തില്ല. ഇപ്പം മെക്സിക്കോയിൽ നിന്ന് വന്നവർക്ക് ഇന്ത്യക്കാർക്കുമാണ് അഡ്വാൻറ്റേജ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം ഈ ഇന്ത്യക്കാരെ ഇപ്പോൾ കൊണ്ടുപോകുന്നു. അതായത് മുഴുവൻ പേരൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം പല സെക്ടേഴ്സിലും ഇന്ത്യക്കാർ മുഴുവനും പോയി കഴിഞ്ഞാൽ അവിടെ ഈ പുള്ളി ജോലി ചെയ്യാൻ ആളില്ല. മെക്സിക്കോക്കാരെ അതുപോലെ വിടാൻ പറ്റത്തില്ല. അപ്പം അത് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഗ്രീൻ കാർഡ് കൊടുക്കുന്നതിൻ്റെ കോട്ടയുണ്ട്. അതായത് ഓരോ രാജ്യങ്ങൾക്കും കോട്ട കൊടുത്തിട്ടുണ്ട്. ഇത്ര പേര് അവർക്ക് ഗ്രീൻ കാർഡായിട്ട് വന്ന് അവിടെ ജോലി ചെയ്യാം. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് 2 രാജ്യങ്ങൾക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മെക്സിക്കോയ്ക്ക്, ഒന്ന് ഇന്ത്യൻസിന്. അവർ പറയുന്നപ്പോൾ ഗ്രീൻ കാർഡുമായിട്ട് ലേബറും മറ്റുള്ള പരിപാടികളുണ്ടെങ്കിൽ ഈ ഡീപ്പോർട്ട് ചെയ്തവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതായത് ഇത്ര പെർസെൻറ്റേജ് വെച്ച് ആൾക്കാരെ എടുക്കും. അതായത് ഈ പറയുന്ന ഡീപ്പോർട്ട് ഇന്ത്യക്കാരെ വേറൊറ്റ രാജ്യത്തിന് ഇത് കൊടുത്തിട്ടില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞ ട്രംപിന് ഇന്ത്യയോട് താല്പര്യമുണ്ട്. ഇത് പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയും പല കക്ഷികളും പറയുമ്പം അതിൻ്റെ ഗ്രേറ്റർ റിയാലിറ്റി എന്തുവാ? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഇത്ര താല്പര്യം കൊടുക്കാൻ കാരണം? മറ്റുള്ള ഈ മെക്സിക്കോ ഉറപ്പായിട്ട് അവരുടെ ബോർഡറാണ്. അവിടുന്ന് മെക്സിക്കോക്കാരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നാളെ അമേരിക്ക ചലിക്കത്തില്ല. അവിടെ എല്ലായിടത്തും മെക്സിക്കൻസ് ഉണ്ട്. ഇപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം കണക്റ്റിക്കൂട്ടി പോയി മീൻ മേടിക്കുന്നൊരു കടക്കാർ, മലയാളിയുടെ കടയാണ്. അപ്പം അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നത് എന്തുവാ? 50% ഈ പറയുന്ന മെക്സിക്കൻസ്, സ്പാനിഷ്. കാരണം ഇവരെ മുഴുവൻ വിടാൻ കടക്കാരൻ പിന്നെ നാളെ എന്ത് ജോലിക്കാരില്ലാതാകും. കാരണം അയാൾ ഉദ്ദേശിക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് സാലറി കൊടുത്ത് ജോലി ചെയ്യുവാണെങ്കിൽ ഈ കട റൺ ചെയ്യാൻ പറ്റത്തില്ല.
അതുകൊണ്ടാണ് പല റെസ്റ്റോറൻറ്റുകളും അതിൻ്റെ അകത്ത് പകുതി ജോലിക്കാർ, അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ളവർ, മറ്റുള്ളവർ ഇല്ലീഗലായിട്ട്. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ പഠിക്കാൻ പോകുന്നവർ എനിക്ക് പലരെയും അറിയാം. പലരും ഇല്ലീഗലായിട്ടാണ് ജോലി ചെയ്യുന്നത്. പല ഹോട്ടൽസിലും അവിടെ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നത്, ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. കാരണം അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് പണം കൊടുക്കുകയാണെങ്കിൽ ഈ ഷോപ്സ് ഒന്നും പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ പറയുന്ന വലിയ മോളിൻ്റെ കാര്യം, ഹൈപ്പർ മാർക്കറ്റിൻ്റെ കാര്യമല്ല. അവർക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ മുഴുവൻ കണക്കുകളും കാര്യങ്ങളും മുഴുവൻ ഓഡിറ്റഡാണ്. അല്ല, ചെറിയ കടകളൊക്കെയാണ്. ഇപ്പോൾ ചെറിയ മോട്ടൽസ് ഉണ്ട്. അവിടെ ക്ലീനിങ്, റിസപ്ഷനും പരിപാടിയൊക്കെ നിൽക്കുന്നത് അത് ഇന്ത്യൻ സ്റ്റുഡൻസ്. ഇവിടെ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഏറ്റവും അധികം കാണുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായി, സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നവരുടെ ആ സംഭവം കുറച്ച് നാളത്തേക്ക് അങ്ങ് മാറും. പക്ഷേ ഈ പറയുന്ന മോട്ടൽസ്, റെസ്റ്റോറൻറ്റ് അവർ ക്രൈസിസിലാവും. അതുപോലെ ക്രൈസിസിലായി കഴിഞ്ഞാൽ അമേരിക്കൻ എക്കോണമിയെ ബാധിക്കും. അതുകൊണ്ട് ഇത് പെട്ടെന്ന്, അതുമല്ല ഈ പറയുന്ന ടാരിഫും ഇവരൊക്കെ പുറത്തായി കഴിഞ്ഞാൽ അമേരിക്കൻ്റെ ഇൻഫ്ലേഷൻ്റെ 2 ഇരട്ടിയാവും. പെട്ടെന്ന് കൂടും. കാരണം 20% ടാരിഫും ഈ പറയുന്ന ജോലിക്കാരും ഇല്ലെങ്കിൽ പിന്നെ ആ എക്കോണമി ഇപ്പോഴത്തെ റണ്ണിങ് എക്കോണമി എന്ന് പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്, അതിൻ്റെ ടയറിൻ്റെ കാറ്റ് ഊരിവിട്ട് എങ്ങനെ ഇരിക്കും? അതൊരിക്കലും സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു വയബിൾ ഓപ്ഷനേ അല്ല. ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇത് ഒരു പ്രോസസ്സാണ്. കാരണം ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പം അതിനകത്ത് ഇന്ത്യക്കാർക്ക് അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഈ പോയ ഇന്ത്യക്കാരെ ഇത്ര വർഷത്തിനുള്ളിൽ അവർക്ക് ഗ്രീൻ കാർഡ് കൊടുക്കും, കോട്ട ഗ്രീൻ കാർഡ് കൊടുക്കുമ്പം അവർക്കായിരിക്കും ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുന്നത്. അവരുടെ മേഖലയിൽ തൊഴിലിന് സാധ്യതയുള്ളവർ ഗ്രീൻ കാർഡ് കൊടുക്കുന്ന സമയത്ത് ഈ പോയ ഇന്ത്യക്കാരെയും അതേപോലെ ഈ മെക്സിക്കൻസിനോട് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക മെക്സിക്കൻ ബോർഡറിൽ വലിയ ഷെൽട്ടർ ഉണ്ടാക്കാം അമേരിക്ക. ആ ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് അവരവിടെ താമസിപ്പിക്കാം കുറച്ച് ആൾക്കാരെ. എന്നിട്ട് ആവശ്യമനുസരിച്ചുള്ള ആൾക്കാരെ അവിടുന്ന് റിക്രൂട്ട് ചെയ്ത് അമേരിക്കയിലോട്ട് കടത്താം. ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് മെക്സിക്കൻ ഗവൺമെൻറ് പറഞ്ഞ് ഞങ്ങൾ എത്ര വേണമെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്നേ. കാരണം അവർക്ക് വീണ്ടും അവിടെ ജോലി ലീഗലായിട്ട് കൊടുക്കാൻ പോകും. ഇപ്പം ബേസിക്കായിട്ട് റീസൺ എന്ന് പറയുന്നത്, ഇത്ര വലിയ സ്ട്രിക്റ്റായിട്ട് ആക്ഷൻ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ക്രൈം അങ്ങ് കൂടി ഭയങ്കരമായിട്ട്. ക്രൈം കൂടുക മാത്രമല്ല, ഒരു ഗൺ കൾച്ചറിലോട്ട് കാര്യങ്ങൾ പോയി. നിങ്ങളിപ്പം കാലിഫോർണിയയിലും മറ്റു സ്റ്റേറ്റുകളൊക്കെ ഹോംലെസ് എന്ന് പറഞ്ഞ സംഭവം ഏറ്റവും ഉള്ളത്, ഏറ്റവും റിച്ചായ കാലിഫോർണിയയിൽ ലോസ് ഏഞ്ചലസിൽ പോയി കാണാൻ സാധിക്കും. ഈ ഹോംലെസ് എന്ന് പറയുന്നതിൽ വലിയൊരു ശതമാനം ഈ പുറത്തുനിന്ന് വന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. കാരണം ഇവരെല്ലാം ഡ്രഗും അതിൻ്റെയൊക്കെ അബ്യൂസ് ചെയ്യുന്നവരാണ്. അവർക്ക് ചില സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോംലെസ് ആയിട്ട് താമസിക്കുന്നു. അവർക്ക് ഗവൺമെൻറ് പല ഷെൽട്ടറുണ്ട്, പക്ഷെ അവർക്ക് താമസിക്കാൻ താല്പര്യമൊന്നുമില്ല. അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. നമ്മുടെ നാട്ടിലെ ഭിക്ഷക്കാരെ പോലെ വേണ്ടില്ലേ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അവരിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഷെൽട്ടറും ഹോമും ഉണ്ടെങ്കിൽ പലയിടത്തും ഇവർക്ക് പോയി താമസിക്കാൻ അവരുടെ ഫ്രീഡത്തെ ബാധിക്കും. അപ്പോൾ ഇത് ഫ്രീഡത്തെ ബാധിക്കുന്ന ഇഷ്യൂ ഒന്നുമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ലോ ആൻഡ് ഓർഡറും അവിടെ ഹോം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ഈ അവിടുത്തെ ക്രൈം കുറയ്ക്കണം. പിന്നെ അതേപോലെ ഡ്രഗിൻ്റെ സംഭവം അത് വളരെ ഹൈയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ലീഗലൈസ് ചെയ്തിട്ട് പോലും കെമിക്കൽ സിന്തറ്റിക് ഡ്രഗിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്ന മെക്സിക്കൻ ഇല്ലീഗൽ സംഭവം ആൾക്കാരെ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റം. പിന്നെ എൻ്റെ സംഭവം പറയുന്നൊരു പോയിന്റ് ഉണ്ട് പ്രധാനമായിട്ട്. ഇഷ്ടംപോലെ മലയാളികൾ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഈ ക്രൂസായിട്ട് പോകുന്ന ഷിപ്പുകളിൽ. അതിൻ്റെ പല ആൾക്കാരും മലയാളികളുണ്ട്. അവർ ഈ അമേരിക്കൻ ബോർഡറിൽ വന്നു കഴിഞ്ഞാൽ, അമേരിക്കൻ പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരങ്ങ് ഇറങ്ങി പോവുക. എനിക്കറിയാവുന്ന പലരും ഉണ്ട്. മലപ്പുറത്തുകാരെ എനിക്കറിയാവുന്ന പലരുമുണ്ട്. ഈ പറയുന്ന ക്രൂസ് ഷിപ്പിൽ വന്നിട്ട് അവിടുന്ന് അമേരിക്കയിലോട്ട് കയറി പോകുന്നവർ. ഇവരുടെയൊക്കെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം ഇവരൊക്കെ പല ഹോട്ടലുകളിലും, കാരണം ക്രൂസിലിപ്പം ഇപ്പോൾ ഷിപ്പിനകത്ത് അതിനകത്ത് ഇവർ കുക്കാണ്, ബേസിക് കുക്കും അങ്ങനെയുള്ള പല ജോലികളൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ ഇവർക്ക് ഈ സംഭവം അറിയാം. ഇവർക്കെല്ലാം അവിടുത്തെ, കാരണം അമേരിക്കയുടെ സംഭവം ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജോലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് സംഭവം. അതുകൊണ്ടാണ് ഇന്ത്യയും പറയുന്നത് നമുക്ക് ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ വരും. കാരണം സർവീസ് സെക്ടർ ജോലി ഉണ്ടാകും. അപ്പോൾ ഇന്ത്യൻ മലയാളികളായിട്ടുള്ളവർ ഈ അമേരിക്കയിലുള്ള പല ആൾക്കാർ റെസ്റ്റോറൻറ്റുകളിൽ നിൽക്കുന്നവർ, ഈ ഷിപ്പുകളിലൊക്കെ വന്നവരെ പല ജോലിക്കാരായിട്ട് പോയവർ. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ എല്ലായിടത്തും റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെറിയ ചെറിയ ജോലിയുണ്ട് പകുതി ശമ്പളത്തിന്. കാരണം ഇവരുടെ ധാരണ
കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അവർക്ക് പ്രശ്നമില്ല, അവർക്ക് പടം കൊടുക്കും, മാപ്പ് കൊടുക്കും, അവരെ സിറ്റിസൺഷിപ്പ് ആക്കും. ചില ആൾക്കാരെ എനിക്കറിയുന്നിടത്തോളം അവിടുന്ന് ബോർഡർ ക്രോസ് ചെയ്തിട്ട് കാനഡയിൽ പോകുന്നവരുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അതായത് എല്ലാം കൂടെ കോളമായി കിടക്കുന്നൊരു സ്ഥിതിയാണ്. പിന്നെ യഥാർത്ഥ കണക്കിൽ എത്ര സ്റ്റേറ്റുകളിൽ എത്ര മലയാളികളുണ്ട്, ഹിന്ദിക്കാരുണ്ട്, പഞ്ചാബിൽ ലേറ്റസ്റ്റ് സ്റ്റേജിനെ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഇവരുടെ ഈ ഡീപ്പോർട്ട് ചെയ്യുന്നവരുടെ നിന്ന് ഫോട്ടോ പുറത്ത് വിടരുതെന്ന് അമേരിക്ക സ്ട്രിക്റ്റായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, എൻ്റെ യഥാർത്ഥ കണക്കുകൾ. കാരണം അത് അവരുടെ പേഴ്സണൽ, അവരുടെ പബ്ലിക് ലൈഫിനെയൊക്കെ ബാധിക്കും. അത് പല കാരണങ്ങളുണ്ടാണ് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ വൻ അഡ്വാൻറ്റേജ് കിട്ടിയേക്കുന്നത് ഇന്ത്യക്കും മെക്സിക്കോയ്ക്കും, പ്രത്യേകിച്ച് ഇന്ത്യക്ക്. അതായത് ഇന്ത്യക്കാരോട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഘട്ടം ഘട്ടമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവരെ ഗ്രീൻ കാർഡ് കൊടുത്ത് തിരിച്ച് ജോലിക്ക് കൊണ്ടുവരാം. ഇവരെ ഡീപ്പോർട്ട് ചെയ്യുന്ന അവരുടെ സിസ്റ്റത്തിൽ കാണത്തില്ല, എക്സിറ്റ് മാത്രമേ കാണുള്ളൂ പാസ്പോർട്ട് ഉള്ളവർക്ക്. മറ്റുള്ളവർക്ക് ഇന്ത്യയിൽ പോയി പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് ഇന്ത്യയിൽ പോയി പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ട് ഈ ലിസ്റ്റിൽ നിന്നും അവർക്കും കടന്നുകൂടി ഗ്രീൻ കാർഡ് കിട്ടും. ഇങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇന്ത്യക്കാരോട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പല ആൾക്കാരും ട്രംപും മോഡി ഇഷ്ടമല്ല എന്ന് ആ വ്യാഖ്യാനത്തിന് അടിസ്ഥാനരഹിതമാണ്. കാരണം ട്രംപിന് ഇന്ത്യക്കാരോട് താല്പര്യമുണ്ട് ശരിക്കും. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ആദ്യമായിട്ട് ഇത്രമാത്രം ഇന്ത്യക്കാർ, ഇന്ത്യൻ ഒറിജിൻസ് ട്രംപിന് വോട്ട് ചെയ്തു. പ്രത്യേകിച്ച് മോദിയുടെ ഒരു വാല്യൂ ഉണ്ട്. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ കിട്ടിയിരിക്കുന്നത്.